ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഡിഫൈനിങ്ങിനെ കുറിച്ചാണ്. ഒപ്പോണന്റ് ടീം ബിൽഡിംഗ് ഫ്രം ബാക്ക് കളിക്കുന്ന ഒരു ടീമാണ്. അവരെ പറയുന്ന ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെ പ്രസ് ചെയ്ത് അവരെ ബിൽഡിംഗ് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്ലാനാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അത് അറിയുന്ന മുംബൈ സിറ്റി അവരെ ഗോൾ കീപ്പറെ മാച്ചിന് മുമ്പ് തന്നെ എങ്ങനെ നമ്മുടെ ഇനീഷ്യൽ പ്രസ്സിനെ ബീറ്റ് ചെയ്തിട്ട് ചിപ്പ് ചെയ്തിട്ട് വിങ്ങിലേക്കൊക്കെ ഇങ്ങനെ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ മാച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ബിൽഡിംഗ് ഫ്രം ബാക്ക് നടത്താനായിട്ട് മുംബൈക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് അവരൊന്ന് ബോൾ റിക്കവർ ചെയ്യാൻ തുടങ്ങി. ഇനീഷ്യൽ മിനിറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്നുള്ള ആ എഫർട്ട് കാണാൻ പറ്റും. ഒരു നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. അവർ ശരിക്കും പ്രഷർ അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. തുടർന്നും ഉള്ള മിനിറ്റുകളിൽ സെക്കൻഡ് മിനിറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എങ്ങനെയാണ് നമ്മൾ പ്രസ് ചെയ്തിട്ട് അവരെ ഹാഫിൽ തന്നെ ബോൾ റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും അതിൽ നമ്മൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോൾ റിക്കവർ ചെയ്തിട്ടും നല്ല ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ആയിട്ട് പറ്റിയിട്ടില്ല. ഇത് നമുക്ക് എന്തായാലും സോർട്ട് ഔട്ട് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. പ്രോപ്പറായിട്ട് അവിടെ നിന്ന് ഒരു 1-2 കളിച്ച് മുന്നേറാൻ നമുക്ക് പറ്റിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓപ്പണർ ഹാഫിൽ ബോൾ റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവർ 2 ഡിഫൻഡർ ഇൻ പ്ലേസ്, നമ്മൾ 3 ഫോർവേഡ്സ് ഫ്രണ്ടിലുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു ഗോൾ സ്കോറിങ് ചാൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് ഇത് ഓൺ ടാർഗറ്റായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ചാൻസുകളായിരുന്നു. പിന്നെ മുംബൈ ചെയ്യുന്ന മറ്റൊരു പരിപാടി ബിൽഡിംഗ് ഫ്രം ബാക്ക് ചെയ്യുമ്പോൾ നേരെ ലോങ് ബോൾ വിങ്ങിലേക്ക് കൊടുക്കണം. അതും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ 2 ഫുൾ ബാക്സും പ്രോപ്പറായിട്ട് അവരുടെ വിങ്ങേഴ്സിനെ മാർക്ക് ചെയ്തിട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വന്ന് തന്നെ അവരുടെ ബിൽഡിംഗ് ഫ്രം ബാക്കിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. റൈറ്റ് ബാക്കായിട്ട് പ്രീതം, ലെഫ്റ്റ് ബാക്കായിട്ട് നവാച്ചും 2 വിങ്ങർമാരെ വേണമെങ്കിൽ പോക്കറ്റിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. ഇവൻ എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്യാൻ വരുമ്പോഴും പ്രീതം നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടുപേരും ടോപ്പ് ഡിഫൻഡിങ് പെർഫോമൻസാണ് ഫുൾ ബാക്ക് പൊസിഷനിൽ കണ്ടിട്ടുണ്ട്. ചില കേസിൽ മാത്രം നമ്മുടെ ഡിഫൻസ് ഒന്ന് പാളിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിൽ സക്കായി എൽക്കയത്തിനെ മാർക്ക് ചെയ്യാൻ പോകണം. പക്ഷേ പുള്ളി വിചാരിച്ച സന്ദീപ് ആ പേസ് കവർ ചെയ്യുന്നതാണ്. പക്ഷേ ആരും ഉണ്ടായില്ല. അപ്പോൾ ഒരു ഈസി ക്രോസ് മുംബൈ പ്ലെയർക്ക് കിട്ടുകയാണ്. പക്ഷേ നമ്മുടെ സെൻറ്റർ ബാക്ക് ആ ടൈമിൽ സ്റ്റെപ്പ് ഔട്ട് ഇട്ടത് ക്ലിയർ ചെയ്ത് വിടുന്നു. പിന്നെ പെപ്ര ഇറങ്ങി വന്നിട്ട് ചെയ്യണം. അങ്ങനെ ടോട്ടൽ ടീം തന്നെ ഡിഫൻഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏത് പ്ലെയർ ആയാലും അവർ പുഷം വിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മുമ്പയുടെ ഒരു കേസിൽ നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റുള്ള ഒരു ലോങ് ബോൾ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സൂപ്പറായിരുന്നു. അത് അവരുടെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. നമ്മൾ ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ഒരു ടീമാണ്. നമുക്ക് വിങ്ങിൽ പ്ലേയേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര പൂറായിരുന്നു. അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ട മറ്റൊരു ഇഷ്യൂ ആണ്. നമുക്ക് ഡിഫൻഡിലേക്ക് തന്നെ തിരിച്ചു വരാം. നമുക്ക് മുമ്പേ മറ്റൊരു രീതിയിലുള്ള അറ്റാക്ക് നോക്കാം. സെൻറ്ററിൽ കൂടുതലുള്ള അറ്റാക്ക്. ഈ അറ്റാക്കിൽ 4 പ്ലേയേഴ്സിനെ അവർ ഇൻക്ലൂഡ് ചെയ്യും. പിറകിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ ഫസ്റ്റ് പ്ലെയറെ നമ്മൾ പാസർ എന്ന് വിളിക്കും. പാസർ നേരെ നമ്മുടെ മിഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ സെൻറ്റർ ബാക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പ്ലെയർക്ക് പാസ് കൊടുക്കും. ആ പ്ലെയറെ നമുക്ക് സെറ്റർ എന്ന് വിളിക്കും. സെറ്ററിന് 2 കാര്യമുള്ളത്. സെറ്റർ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്ന പ്ലെയർക്ക് പാസ് കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ സെൻറ്റർ ബാക്കിൽ നിന്ന് ഒരു പ്ലെയറെ ഈ സെറ്റർ എന്ത് ചെയ്യും വലിക്കും. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. ആ ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്യും ക്രിയേറ്റർ പാസ് കൊടുക്കും. ആ ഗ്യാപ്പിലേക്ക് തന്നെ ഫോർത്ത് പ്ലെയർ റണ്ണർ ആ ഗ്യാപ്പിലേക്ക് ഓടി റൺ ചെയ്ത് കയറും. പക്ഷേ ഈ കേസിൽ ജയശ്രാണ് റണ്ണറിനെ പിക്ക് ചെയ്യുന്നില്ല. പുള്ളി വൈഡിലേക്ക് ബോൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അവരുടെ ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പാറ്റേൺ ഈ 4 പ്ലെയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കാണാം. മിക്കവാറും ഈ ഒരു പാറ്റേൺ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് വിങ്ങിന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ ലാറ്ററൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടംപോലെ ഗ്യാപ്പ് തുറന്നു വരും. ഇപ്പോൾ മേത്താ സിംഗാണ് ആ പാസറിൻ്റെ റോൾ നിർവഹിക്കുന്നത്. മേത്താ സിംഗ് പാസർ, രണ്ടാമത് ചിക്കാരയാണ് അവരെ സെറ്റർ വരുന്നത്. ചിക്കാരയ്ക്ക് സെറ്റ് ചെയ്യാനായിട്ട് 3rd ഓപ്ഷനായിട്ട് വാനീഫ് ഉണ്ട്. വാനീഫും 4th ചിക്കാര വലിക്കുന്ന പ്ലെയറുടെ ഗ്യാപ്പിൽ റൺ ചെയ്യാനായിട്ട് ഡയസനുണ്ട്. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നു. ഡയസ് അങ്ങോട്ട് റൺ ചെയ്യാൻ പോകുന്നു. പക്ഷേ അത് വിചാരിച്ചോടെ നടക്കുന്നില്ല. പാസ് ഡയസിന് പോകുന്നു. പക്ഷേ സ്റ്റിൽ ഡയസിന് മനസ്സിലായി സെൻറ്റർ ബാക്ക് എൻ്റെ പറയൊരു ഗ്യാപ്പുണ്ട്. പുള്ളി അവിടേക്ക് റൺ മേക്ക് ചെയ്യാണ്. വാനീഫിലേക്ക് ബോൾ എത്തുന്നില്ല ഉണ്ടെങ്കിൽ വാനീഫ് ഡയസിനെ പിക്ക് ചെയ്തായിരുന്നു. ഈ ഒരു പാറ്റേൺ അവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവർ ആ പാറ്റേൺ ചെയ്യുന്നതിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും ഒരു വിങ്സ് മേത്താബനാണ് ഇവിടെ പാസിംഗ് ഓപ്ഷനായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ മിഡ് ലൈൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മിഡ് ലൈൻ ഇറങ്ങണം. പക്ഷേ സ്റ്റിൽ അവർ ആ ഒരു പാറ്റേൺ വീണ്ടും ട്രൈ ചെയ്യാണ്. ചിക്കാരയ്ക്ക് പാസ് കൊടുക്കുകയാണ്. ചിക്കാര വീണ്ടും ഫ്രാങ്ക്ലിൽ നിന്നുള്ള പ്ലെയർക്ക് പാസ് കൊടുക്കണം. ഫ്രാങ്ക്ലിക്ക് ബോൾ എത്തിയപ്പോൾ ഒരു റണ്ണർ മേക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഇല്ല. ബട്ട് സ്റ്റിൽ വീണ്ടും അവർക്ക് ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത്. അത് എൽക്കയത്തിക്ക് മനസ്സിലാവണം. എൽക്കയത്ത് നേരെ ഫ്രാങ്ക്ലിനോട് പറയാണ് ഡയസിന് പാസ് കൊടുക്കാൻ പറയാണ്. അപ്പോൾ വീണ്ടും അവർക്ക് ആ ഒരു 1, 2, 3, 4 കളിക്കാനുള്ള 4 പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ മിഡ് ലൈനെ ബ്രേക്ക് ചെയ്യുന്ന പാസറായിട്ട് അവിടെ ഫ്രാങ്ക്ലിൻ ആക്ട് ചെയ്യാണ്. ഡയസ് സെറ്ററാവും. ക്രിയേറ്ററായിട്ട് എൽക്കയത്ത് വരും. 4th പ്ലെയറായിട്ട് റണ്ണർ റോളിൽ ചിക്കാർ വരും. അവരെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യുന്നു. പക്ഷേ ഡയസിൻ്റെ പാസ് പ്രോപ്പറായിരുന്നില്ല. അത് എൽക്കയത്തിക്ക് റണ്ണർക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ചിക്കൻ അവിടേക്ക് റണ്ണ് മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പാസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് വേസ്റ്റായി പോയി. ഇതിൽ ഒരു ഒരു സാധനം ആ സെറ്ററിൻ്റെ റോളാണ്. സെറ്ററാണ് ആക്ച്വലി നമ്മുടെ സെൻറ്റർ ബാക്കിനെ വലിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫൻഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻറ്റർ ബാക്ക് പൊസിഷൻ വിട്ട് പുറത്തേക്ക് വരരുത്. അമ്മാർ സെൻറ്റർ ബാക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റണ്ണർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ സെൻറ്റർ ബാക്ക് പ്ലെയറുടെ കൂടെ പോകരുത്.
പൊസിഷനിൽ തന്നെ നിൽക്കണം. അപ്പോൾ നമുക്ക് ബോൾ കിട്ടും, റണ്ണർക്ക് റൺ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടാവില്ല. വീണ്ടും ഒരു എക്സാമ്പിളാണ് ഈ കേസിൽ പ്രീതമാണ് സെൻറ്റർ ബാക്കായി നിൽക്കുന്നത്. ഡയസണ്ണൻ അവിടേക്ക് ബോൾ ചോദിച്ച് പ്രീതത്തിനെ പരമാവധി വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പ്രീതം പുള്ളിയുടെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് കളിക്കുന്നത് ഡയസിൻ്റെ പ്രസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഇമ്മീഡിയറ്റ്ലി ഡയസ് എന്ത് ചെയ്യുക, പ്രസ് ബോൾ റിലീസ് ചെയ്ത് പ്രഷർ കളയും. ഇങ്ങനെ നല്ല രീതിയിൽ ഡിഫൻസ് നമ്മുടെ ടീം നടത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് കളിയുടെ എക്സാമ്പിളാണ്. അത് നമ്മൾ ഫസ്റ്റ് കളി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. ഫസ്റ്റ് കളി പാസറായിട്ട് 1 നൈഫ് ഹെഡ് ചെയ്തിട്ട് വരികയാണ്. ഇവിടെ സെക്കൻഡായിട്ട് സെറ്ററായിട്ട് വരുന്നത് അപ്പുയാണ്. പക്ഷേ ഡയസ് അവിടേക്ക് വന്നു. ഡയസ് മനസ്സിലായി സെൻറ്റർ ബാക്കിൽ പൊസിഷനിലാണ്. ഡയസ് റൺ മേക്ക് ചെയ്യുന്നു. ക്രിയേറ്ററായിട്ട് വരുന്നത് സ്റ്റുവർട്ടാണ്. സ്റ്റുവർട്ട് നൈസായിട്ട് ഡയസിന് പാസ് കൊടുക്കുന്നു. ഡയസ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് കളിൽ നമ്മൾ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് പ്ലേസ് ആയിരുന്നു, ഭയങ്കര മോശമായിരുന്നു. പക്ഷേ ലാസ്റ്റ് കളിൽ നമ്മൾ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പാറ്റേൺ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ പറയാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഓരോ ടീമിൻ്റെ ടാറ്റിക്സ് അനുസരിച്ച് നമ്മുടെ ഗെയിം സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ISL തന്നെ ഏറ്റവും ടാറ്റിക്കൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള കോച്ചായിരുന്നു വെച്ചാൽ ഞാൻ ഇവാൻ്റെ പേര് പറയും. എന്നാലും നമ്മുടെ ഫാൻ ബേസിലുള്ളവർക്ക് ഇപ്പോഴും പുച്ഛമാണ്. 4-4-2 തന്നെയാണ് കളി, പൊസിഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ഡിഫൻസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. മുംബൈ മാച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാനൊരു ടാർഗറ്റ് വയ്ക്കുകയാണ്. ഈ വീഡിയോയ്ക്ക് 10K വ്യൂസ് അല്ലെങ്കിൽ 1000 ലൈക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുംബൈ മാച്ചിനെ കുറിച്ച് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.